മഹാനായ അബൂ ഇബ്രാഹിം അദ്ദഖ്ലവി റഹിമഹുല്ലാഹ് ഇദ്രീസുൽ ഹൗലാനി അബൂ ഇദ്രീസുൽ ഹൗലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഷാമിലെ പള്ളിയിലിരിക്കുമ്പോൾ നല്ല മുഖത്ത് പ്രകാശമുള്ള ഒരു മനുഷ്യൻ ആ പള്ളിക്കകത്ത് വന്നിരുന്നു. ആ പള്ളിക്കകത്ത് വന്നിരിക്കുമ്പോ ആളുകളെല്ലാം അയാളുടെ അരികത്ത് പോയിട്ട് ഇൽമു പഠിക്കുകയാണ്. എന്ത് ചോദിച്ചാലും മറുപടി. എല്ലാവരും അങ്ങനെ പഠിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഞാൻ ചോദിച്ചു, അതാരാണ് ആ വന്നിരിക്കുന്നത്? അവര് പറഞ്ഞു, അതാരെന്ന് നിങ്ങൾക്കറിയില്ലേ? അതാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അബൂ ഇദ്രീസുൽ ഹൗലാനി കരയാൻ തുടങ്ങി. മുആദ് ഇബ്നു ജബലോ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. മുആദേ, ഞാൻ അല്ലാഹുവിന് വേണ്ടി നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദേ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. അല്ലാഹുവിന് വേണ്ടി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് മുആദേ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. ഷാമിലെ പള്ളിക്കകത്ത് വന്നിരുന്ന ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ അബൂ ഇദ്രീസുൽ ഹൗലാനി ഓടിച്ചെല്ലുകയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കരം കവരുകയാണ്, നെറ്റിത്തടത്ത് മുത്തം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക ലില്ലാഹ്. ഞാൻ അല്ലാഹുവിന് വേണ്ടി താങ്കളെ സ്നേഹിക്കുകയാണ്. സാമ്പത്തികത്തിനല്ല, സ്ഥാനമാനത്തിനല്ല, വോട്ട് കിട്ടാനല്ല, അധികാരത്തിനല്ല, പാർട്ണർഷിപ്പ് ബിസിനസിനല്ല, വസ്തു കച്ചവടത്തിനല്ല, മോളെ കെട്ടിച്ചു തരാനല്ല, സ്ഥാപനം തുടങ്ങാനല്ല, സംരംഭങ്ങൾ തുടങ്ങാനല്ല. അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി. ആ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ലില്ലാ. അല്ലാഹുവിന് വേണ്ടിയാണോ? അതെ. ലില്ലാ. അല്ലാഹുവിന് വേണ്ടിയാണോ? അതെ. ലില്ലാ. വീണ്ടും 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 ചോദിച്ചു. അതെ, അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. മുത്തുനബി മദീനയുടെ തിരുമുമ്പത്തിരുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതായിട്ട്, വജബത്തു മഹബ്ബത്തി, എന്റെ മഹബ്ബത്ത്, എന്റെ സ്നേഹം നിർബന്ധമാണ്. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക്, എനിക്ക് വേണ്ടി ഇരിക്കുന്നവർക്ക്, എനിക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ്. നിങ്ങളുടെ മക്കളെ ഹിഫ്ദിന് ചേർക്കുമ്പോൾ നിങ്ങൾ നിയ്യത്താക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അവൻ നല്ല ശബ്ദമുണ്ട്, അവൻ പഠിച്ച ഹാഫിളായി അവനെ ഷാർജ പള്ളിയിലെ ഇമാമാക്കണം, അവൻ പഠിച്ച് ഹാഫിളായി ഒരു കോളേജ് തുടങ്ങി അവനെ കൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം, അവൻ പഠിച്ച് ഹാഫിളായി ആലിമായി അവനൊരു പ്രസംഗികനാക്കണം. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അതൊന്നും നടക്കൂല. ചിലപ്പോൾ നടന്നാൽ ഖബറിന്റെ അകത്ത് കൂലിയും കിട്ടൂല. അതുകൊണ്ട് എന്റെ മോനെ അള്ളാഹിന്റെ ഖുർആൻ പഠിപ്പിക്കണം. അള്ളഹാനോട് പറയാലോ, പഠിച്ചോനെ നീ എനിക്ക് തന്ന ഒരു മോനെ തജ്വീദ് അനുസരിച്ച് ഞാൻ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. എന്തെങ്കിലും അള്ളാഹു തന്നതല്ലേ ഈ മക്കളെ, അള്ളാഹ് തന്നതല്ലേ മക്കളെ, തജ്വീദ് അനുസരിച്ച് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു അള്ളാഹ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതെങ്കിലും നമുക്ക് കഴിയണ്ടേ? നമ്മുടെ അവസ്ഥ എന്താ? നാളെ നമ്മുടെ സാഹചര്യം എന്താ? നമ്മുടെ ശാരീരിക അവസ്ഥ എന്താ? ഇപ്പൊ ഞാൻ ആകെ ഒരു 4-5 മഹലിലെ ജോലി ചെയ്തിട്ടുള്ളൂ. എല്ലാ മഹലിന്റെ പേരൊന്നും പറയുന്നില്ല. ഒരു മഹലിൽ ജോലി ചെയ്തു കുറെ വർഷം. അവിടുത്തെ സെക്രട്ടറി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. അദ്ദേഹത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ രോഗമാണ്. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് അടുത്ത 7-ാം തീയതി ഒരു വലിയ സർജറിക്ക് പോവാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത്, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. നിങ്ങൾ ഖത്തീബായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ് ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഖത്തീബായിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ 100% സാധ്യത കൂടുതല. കാരണം പ്രസിഡന്റിന്റെ കല്യാണമാണെങ്കിലും സെക്രട്ടറിയുടെ കല്യാണമാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ ജുമയ്ക്ക് കയറി പറഞ്ഞ് എന്തായാലും അടി മസ്റ്റാണ്, പറയാതിരിക്കൂല എന്തായാലും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു പൊരുത്തപ്പെടണം. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് യാതൊരുവിധ പ്രയാസവും നിങ്ങൾ അവിടെ നിന്ന് മാറുമ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. മറ്റു ഉസ്താദുമാരോട് നിങ്ങൾ പൊരുത്തപ്പെടിക്കാൻ ചോദിച്ചോളി, പക്ഷെ എന്നോട് അങ്ങനെ ചോദിക്കണ്ട. നമ്മളെ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവിടെ കഴിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് പോവാ, പിന്നെ അതും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഉസ്താദ് ഇപ്പൊ അഭിമാനത്തോട് ഇരിക്കുന്നത്. അല്ലെ ഉസ്താദ് അപ്പോഴത്തല്ലേ ജോലി ചെയ്ത് താഴെ പോകാൻ.
അവിടുത്തെ ബന്ധങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും തലേ വെച്ചാൽ ഉസ്താദിന് ഇവിടെ വന്ന് ഇവരെ പഠിപ്പിക്കാൻ പറ്റുമോ? അതവിടെ കളഞ്ഞിട്ട് അപ്പോഴേ കഴിയാ അവക്കൽ തോലല്ല, അത് കഴിഞ്ഞു. പിന്നെ അടുത്തതാണ്. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ഇത് കഴിഞ്ഞു, അത്ര തന്നെ. അല്ലാതെ പിന്നെ അത് ചുമന്ന് തലേ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഒരു വിശ്വാസിക്ക് പറ്റിയ പരിപാടിയല്ല. നമ്മളോട് ഉസ്താദ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഏത് മഹലിൽ ഖത്തീബായി ജോലി ചെയ്താലും അവിടുന്ന് അവസാന പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടിറങ്ങേണ്ട കാര്യം എന്താ? അവരാരാണ്? നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ പോയി ജോലി ചെയ്തു. ഞാൻ തട്ടത്തൂല ജോലി ചെയ്താൽ നൗഫൽ മൂലം ഇവിടെ ഇരിപ്പുള്ളൂ. നമ്മൾ ജോലി ചെയ്തു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ് നമ്മൾ പോകുന്നു. അവർ പറയുന്നത് നമുക്ക് പറ്റൂല, നമ്മൾ പറയുന്നത് അവർക്ക് പറ്റൂല, കഴിഞ്ഞു. അപ്പൊ നമ്മൾ നിർത്തി പോകുന്നു. അതിന് ഞാൻ പോവുകയാണ്, കരഞ്ഞു. നാളെ എന്റെ ജീവിതം എന്താണ്, ഞാൻ എവിടെ പോകും? ആ പരിപാടിയേ ഇല്ല. അതൊരു മുഅ്മിനായ മനുഷ്യന് പറ്റിയ പരിപാടിയല്ല. ഏത് തലയിൽക്കിട്ടാൽ അങ്ങനെ കരഞ്ഞിട്ടിറങ്ങിയാൽ ഒരു ചേർന്നൊരു പരിപാടി അല്ലത്. പിന്നെ അത്രയും ബന്ധങ്ങളൊക്കെ കൊണ്ട് ചില ആളുകൾ കരയും. ആ കരച്ചിലും ഞാൻ ഈ പറയുന്ന കരച്ചിലും തമ്മിൽ വ്യത്യാസമുണ്ട്. 40 വർഷം 50 വർഷമൊക്കെ ഇരുന്നിട്ട് ഒരു ഉസ്താദ് മാറുന്നു, അദ്ദേഹത്തിന് സുഖമില്ല, അപ്പൊ ഉസ്താദ് മാറുന്ന സങ്കടം ജനങ്ങൾക്ക്, ഉസ്താദിന് ജനങ്ങളോടുള്ള അത് വേറെ. ജോലി പോയല്ലോ എന്നുള്ള കരച്ചിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, എന്റെ നാട്ടിലും എന്റെ ജില്ലയിലും എന്നെ പോലെ അള്ളാഹു സുഗന്ധം മറ്റൊരാളില്ലെന്നാണ്. അള്ളാഹു എന്നെ ചെറുതായിട്ടൊന്ന് കൊട്ടി നോക്കുകയാണ് ഉസ്താദെ, ഞാൻ പേടിക്കുമെന്നറിയാൻ വേണ്ടി. അത് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ടല്ലോ, അത് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അതാണ് ഒരു മനുഷ്യന്റെ വീണ്ടും വിചാരം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ജീവിതം അത്രയൊക്കെ ഉള്ളൂ. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്നു, മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, രക്തം വരുന്നു, മറിഞ്ഞു വീഴുന്നു, ഒരാഴ്ചക്കകത്ത് മരിക്കുന്നു. ഒന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ്, മറിഞ്ഞു വീണു, തലയിടിക്കുന്നു, ഒരാഴ്ചക്കകത്ത് മരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്നു. അങ്ങനെ എന്തെല്ലാം അപകടങ്ങൾ. വാൽപ്പാറയിൽ നമ്മൾ കണ്ടില്ല, അതിന്റെ 3D ചിത്രം പോലും കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്ന ഒരു വാഹനം മലനിരകൾക്കിടയിലൂടെ താഴേക്ക് മറിയാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മക്കളെ കൊണ്ട് എത്ര യാത്ര എവിടെയൊക്കെ പോകുന്നതാണ്. വില കൂടിയ വാഹനം, കുറഞ്ഞ വാഹനം, അങ്ങനൊന്നുമില്ല. അപകടം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള തുച്ഛമായ ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ജീവിതത്തിൽ, ഈ മൈക്കിന് ഗ്യാരണ്ടി ഉണ്ട്, മൊബൈലിന് ഗ്യാരണ്ടി ഉണ്ട്, എന്തിനേറെ ഈ ഒരു പരീക്ഷാ ബോർഡിന് പോലും ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇത്ര കാലം അത് നിൽക്കൂ എന്നുണ്ടാക്കിയാലിനറിയാം. ദുനിയാവിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരേ ഒരു പടപ്പ് മനുഷ്യൻ മാത്രമാണ്. അത് ചെറുത് വലുത് അങ്ങനൊന്നുമില്ല. പ്രായഭേദമന്യേ ഏത് സെക്കൻഡിലും ഡിം എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകാൻ പറ്റുന്ന ഒരു ബലൂണിന്റെ അത്ര പോലും ആയുസില്ലാത്തവരാണ് മനുഷ്യർ. അതുകൊണ്ട് നമ്മൾ ഉള്ള കാലത്ത് എനിക്ക് അള്ളാഹു മക്കളെ തന്ന് ഞാൻ അവരെ കള്ളും കഞ്ചാവും കൊടുക്കാൻ വിട്ടില്ല. അള്ളാഹു നിന്റെ ഖുർആൻ ഓതി, ഞാൻ വീട്ടിൽ ചാരി കസേര ഇരുന്ന് കട്ടൻ ചായ കുടിക്കുമ്പോ എന്റെ മക്കൾ ഇവിടെ ഖുർആൻ ഓതി, ഞാനും ഭാര്യയും ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മക്കൾ ഇവിടെ ഖുർആൻ ഓതി, അവൻ തഹജ്ജുദ് നിസ്കരിച്ചു, അവൻ അസ്മാഉൽ ഹുസ്ന ഓതി, അവൻ ദിക്ർ ചൊല്ലി. അതിന് ഞാൻ എന്റെ മോനൊരു അവസരം കൊടുത്തു. എന്റെ കൂടെ ചേർന്ന് കിടക്കേണ്ട മോനെ ഞാൻ കോളേജിൽ കൊണ്ടാക്കി. ഉമ്മാക്ക് പറയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതൊരു വലിയ ത്യാഗം തന്നെയാണ്. ഈ ത്യാഗം അല്ലാഹ് കബൂലാക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം.